ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറുതെ ഇരിക്കുമ്പം കൂടുതലും ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെയൊക്കെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ മേക്കപ്പ് ചെയ്ത് നോക്കും, ഡ്രസ്സ് ഇട്ട് നോക്കും, നല്ലപോലെ ഡ്രസ്സൊക്കെ സ്റ്റൈൽ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കും. അതൊക്കെയാണ് ഇങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന, നല്ലൊരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു മൂഡ് തോന്നി സാരി ഉടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള പരിപാടികളാണ് കേട്ടോ. ഈ സാരി ഒരുപാട് പുതിയതൊന്നുമല്ല, എന്നാൽ ഒരുപാട് പഴയതുമല്ല. ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ചാച്ചനയ്ക്ക് ഗിഫ്റ്റ് ചെയ്തല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുങ്ങിയിരിക്കും. അതുപോലെ തന്നെ ഇത് ചെറിയ സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഇത് മുന്താണിയുടെ ആ എഡ്ജിൽ മാത്രമേ ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് വേണോ, നല്ല ഭംഗിയില്ല കാണാൻ. ഈ ബീഡ്സിൻ്റെ വർക്ക് ഇങ്ങനെ മുന്താണിയുടെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ യോക്കിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ ഭാഗത്തും ഈ ഒരു സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഉടുക്കാൻ നല്ല എളുപ്പമാണ്. ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി ഇങ്ങനെ ഷേപ്പിൽ കിടക്കും കേട്ടോ. ഇത് ഞാൻ എടുത്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉടുത്ത് നോക്കാറുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ കയ്യിലും ഈ ഒരു വർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഉടുത്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ എനിക്ക് യൂഷ്വലി 2-3 പിന്നൊക്കെ വെച്ചാണ് ഞാൻ സാരി എടുക്കുന്നത് കേട്ടോ. ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഭയങ്കരമായിട്ട് സാരി ഒരുപാട് എടുത്ത് പഠിക്കുമായിരുന്നു. അമ്മച്ചിയുടെ സാരിയൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സെറ്റിപ്പിന് കുത്തിയും കൊടുക്കാറുണ്ട്. അതല്ലാതെ 1, 2, 3 സെറ്റിപ്പിനൊക്കെ വെച്ചിട്ടും എനിക്ക് കൊടുക്കാറുണ്ട്. അതിലും ഞാൻ കംഫർട്ടബിൾ ആണ്. ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് സാരി കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. സത്യത്തിൽ എനിക്ക് അണ്ടർ സ്കേർട്ട് ഇട്ട് നിൽക്കാനൊരു മടി. സോ ഞാനൊരു ബ്ലാക്ക് കളർ ജീൻസാണ് എടുത്തിരിക്കുന്നത്. ഞാനിതുപോലെ ഉടുത്തിട്ടില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഹീലുള്ള സാധാരണ സാരി കൊടുക്കുമ്പം യൂസ് ചെയ്യുന്ന ഒരു ഹീൽസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ടക്കിൻ ചെയ്യുന്ന ഭാഗം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് വെച്ചിരിക്കും കേട്ടോ. ഇത് ഇടുന്നത് എപ്പോഴും യൂസ്ഫുൾ ആണ്. കാരണം സാരി ലൂസായി പോകാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു നോട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ സാരി ഉടുക്കുമ്പോൾ സാരിയുടെ ലെങ്ത് എപ്പോഴും നമ്മളെപ്പോഴും ഹീൽസ് ചെരുപ്പിട്ടുകൊണ്ടായിരിക്കുമല്ലോ സാരി ഉടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ചെരുപ്പ് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് നടക്കാനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം എപ്പോഴും സാരിയുടെ ലെങ്ത് നോക്കാൻ. എനിക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചോറിനാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ അമ്മച്ചി കഴിക്കാൻ എടുത്തപ്പോൾ ചോറിനാ വിളിച്ചേ. ഞാൻ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇതാ ചിരിക്കുടത്തേക്ക് ഉണ്ട്. അണ്ടർ സ്കേർട്ട് ഇട്ട് ഉടുക്കുമ്പോൾ ഉള്ള ഭംഗിയൊന്നും ജീൻസ് ഇട്ട് കൊടുത്താൽ ഉണ്ടാവില്ല കേട്ടോ. സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയാവുന്നവരത് കണ്ടിട്ട് തന്നെ ചീത്ത പറയാതിരുന്നാൽ മതി. പിന്നെ നമ്മളെപ്പോഴും സ്കേർട്ടിനകത്തൊക്കെ ആണെങ്കിൽ കയറ്റി വെക്കാനായിട്ട് എളുപ്പമാണല്ലോ. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഊർന്ന് ഇറങ്ങിപ്പോരും. ഇപ്പം ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വെറുതെ ഉടുത്ത് നോക്കുന്നല്ലേ, നടക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം വെച്ചിട്ടേ ഉള്ളൂ. സ്കേർട്ടിനകത്തേക്ക് വെക്കുമ്പോഴേ നല്ല ടൈറ്റായിട്ട് കംഫർട്ടബിളായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. ഫ്ലീറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഒരുപോലെ എടുക്കണം. ചിലർക്ക് വീതിയിൽ എടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ ചെറുതാക്കി എടുക്കുന്നതായിരിക്കും ഇഷ്ടം. ഞാൻ സാധാരണ എടുക്കുന്ന പോലെയാണ്, ഒരു മീഡിയം സൈസിലാണ് ഞാൻ എടുക്കുന്നത്. ഞാനിങ്ങനെ ഭയങ്കര നീറ്റായിട്ടൊന്നും എടുക്കത്തില്ല കേട്ടോ. ഈ ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം.
കാരണം ഇവിടെ ലൂസായിട്ട് കിടക്കരുത്. പറ്റുന്ന അത്രയും ടൈറ്റായിട്ട് ഈ ലാസ്റ്റത്തെ ഈ പ്ലീറ്റ് ഒന്ന് എടുക്കണം. ഈ അകത്തെ ഒരു എത്രയാണോ ആവശ്യം വലിച്ചു കുത്താനായിട്ട് ഞാൻ 2 എണ്ണം വിട്ടിട്ട് ആണ് ഉള്ളിലേക്ക് കുത്താൻ പോണേ. പ്ലീറ്റ് അടുക്കുന്നത് വേണമെങ്കിൽ നേരെ ഒപ്പത്തിലെടുക്കാം, അല്ലെങ്കിൽ വെഡിങ്ങിനൊക്കെ കൊടുക്കുന്ന പോലെ കുറച്ചൊന്ന് എന്താ പറയുക, എന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഉള്ളിലേക്ക് വെച്ച് എടുക്കാം. നല്ല ഭംഗിയായിട്ട് എടുക്കും. പക്ഷെ അതിനെ കുറച്ചും കൂടെ പ്ലീറ്റ് ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. എനിക്കിപ്പോൾ ഈ ഒരു ഹൈറ്റ് മതി കേട്ടോ. ഞാനിത് ഉള്ളിലേക്ക് കുത്തുവാണേ. ഞാനൊരു സേഫ്റ്റി പിൻ കുത്തുന്നുണ്ട് നേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വേണമെങ്കിൽ പിന്നെ കുത്താൻ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുത്തുന്നില്ല. ഇത് ഒതുങ്ങിയിരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു. നമ്മൾ സ്കേർട്ട് കെട്ടി വെക്കുന്ന പോലുള്ളൊരു മുറുക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ട്. ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെ ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു കുത്താണ് ചെയ്യുന്നത്. ഞൊറിയൊന്നും എടുക്കാറില്ല. ഞൊറി എടുക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇതിനകത്തൂടെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കയറ്റി വെക്കാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറ്റി വെക്കാം. എനിക്കിപ്പോൾ അത്രയും കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ കുത്തി വയ്ക്കുകയാണ്. ഈ ഭാഗം വന്നിട്ട് ഇങ്ങനെ തന്നെ മടക്കിയല്ല ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഇതാ ഈ ഭാഗം നന്നായിട്ട് ഒതുങ്ങിയിരിപ്പുണ്ട്. ഈ സാരി എപ്പോഴും ഇങ്ങനെ സിംഗിൾ ഫ്ലിറ്റ് ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇവിടെ ഒരു ഭംഗിയാക്കി വെച്ച ഒരു പിന്നെ കൂടെ കുത്തിയാൽ മതി, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഇങ്ങനെയാണ് ഞാൻ സാരി എടുക്കുന്നത്. എനിക്ക് ഇത്രയും സമയം എടുക്കുള്ളൂ. ഇത്രയും പിന്നുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ജാക്കറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചിലർക്ക് ഇവിടെ ഇങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുത്തുന്നതാണ് താല്പര്യം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല, കാരണം കുറച്ച് വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഊർന്നിറങ്ങി പോകത്തൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത്.